പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം 17 ദിവസമായി നാളെ ഇപ്പോൾ അവസാനിക്കാനിരിക്കുകയാണ്. അന്നു മുതൽ ബഹളം തന്നെയാണ് പ്രതിപക്ഷം. വിവിധ വിഷയങ്ങൾ, CJP സമരത്തിലെ പോലീസ് നടപടി, ഇപ്പോൾ അയോധ്യ സംഭാവന ക്രമക്കേട്, ഇതിലൊക്കെ ഇപ്പോൾ ഇന്നും നാളെയുമൊക്കെ പ്രതിഷേധം തുടരാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണോ, ഈ അവസാന 2 ദിവസവും അതങ്ങനെ തന്നെ പോകട്ടെ എന്ന നീക്കത്തിലേക്ക് തന്നെയാണോ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം? ഒപ്പം ഈ FCRA ബില്ലിൻ്റെ ഭാവി എന്താണ്, അതിനിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഈ കേരളമായ ആ ബില്ലടക്കം ലോക്സഭയിൽ ചർച്ച ചെയ്തില്ല, ഇപ്പോൾ രാജ്യസഭയിലെത്തുമല്ലോ അല്ലേ? സ്വപ്ന, നിലവിൽ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് നാളെ വരികയാണ്. അതിൽ നിർണായകമായ ഒരു ബില്ല് എന്നുള്ളത് FCRA ആണ്. അത് ഇന്നും ഈ ലോക്സഭയിലെയോ അല്ലെങ്കിൽ രാജ്യസഭയിലെയോ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ഈ ഒരു പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് ഈ ബില്ല് വിടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനം ഇന്നുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. നേരത്തെ സർക്കാർ വൃത്തങ്ങൾ നൽകിയിരുന്ന സൂചന ബുധനാഴ്ച FCRA ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ നടക്കും എന്നായിരുന്നു. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിലും അമിത്ഷാ അത്തരത്തിലുള്ളൊരു സൂചനയായിരുന്നു നൽകിയത്. പക്ഷേ ഇന്നും അജണ്ടയിൽ FCRA ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം സ്വപ്ന ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വർഷകാല സമ്മേളനത്തിലുടനീളം ശക്തമായ പ്രതിഷേധം ഉയർത്തി സഭ സ്തംഭിപ്പിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത. അമിത്ഷാ മറുപടി പറയുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന തീരുമാനമാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൈക്കൊണ്ടത്. അതുകൊണ്ട് ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ഇന്നലെ ലോക്സഭ 6 മിനിറ്റിനുള്ളിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ഔദ്യോഗികമായ ആ മാറ്റം കൊണ്ടുവരുന്ന ബില്ല് പാസ്സാക്കിയത്. അതിന്റെ ചർച്ച പോലും ലോക്സഭയിൽ നടന്നില്ല. അതിൽ തീർച്ചയായും പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും ചർച്ച ചെയ്യാതെ തന്നെ പാസ്സാകുന്ന ഒരു അവസ്ഥ ഇന്നിപ്പോൾ 17 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്നും നാളെയും അതേ അവസ്ഥ തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷം അതേ നിലപാടുകൾ തന്നെ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്.